ബെൽറ്റ് ആറിലേക്കൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടോ? ഈ 7000 കിലോമീറ്ററിനുള്ളിൽ എനിക്കത് ചെയ്യണ്ടായിട്ടോ ലൂബ് ചെയ്യണ്ടയോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് അവിടെ പോയി 1 മണിക്കൂർ കൊണ്ടാണ് അത് മാറ്റി വന്നത്. ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഈ ബുള്ളറ്റ് ചെയിനേക്കാളും അത്രയും എൻജോയ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് നടക്കുന്നത്. അത്രയും സ്മൂത്താണ്, ഒരു നോയ്സ് ഇല്ല. എന്താ വെച്ചാൽ ലൂബ് ചെയ്യണ്ടാവും നമുക്ക്, ഓയിൽ കൊടുക്കണ്ട, ഇതിൻ്റെ പുള്ളിങ്ങിനൊരു കുറവില്ല, നമുക്ക് മൈലേജിനും വലിയ കുറവില്ല, ഒരു വ്യത്യാസമില്ല, ഒന്നുമില്ല. ഞാൻ 2 കൊല്ലമായി ഞാൻ മെറ്റീരിയൽ 2 കൊല്ലം വരെ മെറ്റീരിയലിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, നല്ല അടിപൊളിയാണ്. യാത്ര ലോങ് പോകാൻ സൂപ്പറാണ്. അതിനകത്തൊരു മൈനസ് ഉണ്ടായിരുന്ന എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഷൂ യൂസ് ചെയ്യാൻ പറ്റില്ല, മെയിൻ പ്രോബ്ലം. പിന്നെ നോയ്സ്, ഒരു 300-400 കിലോമീറ്റർ നമ്മൾ ചെയിൻ കഴിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി കരാത്തെ ഇൻസ്ട്രക്ടറാണ്. എൻ്റെ ഡോജോൻ്റെ അടുത്ത് നമ്മളൊരു ഓഫീസർ, ആർമി ഓഫീസർ, ആളൊരു ഹണ്ടർ കൊണ്ടുവന്നു. ഹണ്ടറിന് ഞാൻ നോക്കിയപ്പോൾ നല്ല ബെൽറ്റ് ആറിലേക്കൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളൂ. കണ്ടപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിക്കോ, ഒന്നും നോക്കണ്ട, തന്നെ മാറ്റിക്കോ, അത്രയും ഗുണം ചെയ്തു, നല്ല പുള്ളിങ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ വണ്ടി മേഘാലയയിൽ കുറച്ച് കാലം ഓടിയിട്ടുള്ളത്, മേഘാലയ മൊത്തം ഓടിയിട്ടുള്ള വണ്ടിയാണ്. ഞാൻ എന്നിട്ട് ഇതിൻ്റെ ചെയിൻ മാറ്റുന്ന സമയത്ത് മാറ്റി ഇപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് ഒരു 7000 കിലോമീറ്റർ ഓടി. ഈ 7000 കിലോമീറ്ററിനുള്ളിൽ എനിക്കത് ചെയ്യണ്ടായിട്ടോ ലൂബ് ചെയ്യണ്ടയോ ഒന്നും വന്നിട്ടില്ല. ഏറ്റവും സാറ്റിസ്ഫൈ, ഞാൻ അഡിഡാസിൻ്റെ നല്ല കോസ്റ്റ്ലി ഷൂസൊക്കെ യൂസ് ചെയ്യും. ഞാൻ കൂടുതലായിട്ട് അഡിഡാസിൻ്റെ ഷൂസ് യൂസ് ചെയ്യുന്നത്. ഒരു തവണ ശരി വൈറ്റ് പാൻറ്, വൈറ്റ് ഷൂ ഇതെല്ലാം യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്ത് നമുക്ക് വണ്ടികളിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വിഷമമാകും. കാരണം വൈറ്റ് ഷൂ എല്ലാം കളർ മാറിയിട്ടുണ്ടാവും, ഓയിൽ അടിച്ചിട്ടൊക്കെ എല്ലാ കളർ മാറിയിട്ടുണ്ടാവും. ഇത് ബെൽറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്, നമ്മുടെ ഒരു ആർമി ഓഫീസർ വിവേക് സാറാണ് എനിക്ക് ഇതിൻ്റെ ആൾക്കാരെ പരിചയപ്പെട്ടത്. എം ടെക്നിക്സ് തൃശ്ശൂർക്കാരാണ് ശരിക്ക്, പക്ഷെ അവരെ വർക്ക്ഷോപ്പെല്ലാം കോയമ്പത്തൂരാണ്. അങ്ങനെ ഞാൻ ഒരു ട്രിപ്പ് പഠിച്ചു, ഞാനും വൈഫും കൂടിയിട്ട് ഇവിടുന്ന് കോയമ്പത്തൂർക്ക് പോയി. അവിടെ പോയി 1 മണിക്കൂർ കൊണ്ടാണ് അത് മാറ്റി വന്നത്. ശരിക്ക് ഒരു മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂറെ പിടിച്ചിട്ടുള്ളത്. അതിൻ്റെ മൊത്തം പഴയ ചെയിനും സ്പോക്കറ്റൊക്കെ മാറ്റി ഒരു സാധനം ബെൽറ്റും ഇതൊക്കെ ഇട്ട് അവിടുന്ന് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് തൃശ്ശൂർ എത്തിയത് വളരെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു വരവാണ് ശരിക്കും പറഞ്ഞാൽ. അത്രയും സ്മൂത്താണ്, ഒരു നോയ്സ് ഇല്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ലൂബ് ചെയ്യണ്ടാവും, നമുക്ക് ഓയിൽ കൊടുക്കണ്ട. മറ്റേത് 400 കിലോമീറ്റർ ഓടി നമ്മൾ ലൂബ് ചെയ്യണം, അതുപോലെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ പോലും നമുക്കൊരു 200 രൂപ 250 രൂപ അതിന് വേണ്ടി തന്നെ പോകും. ഇതിപ്പോൾ 7000 കിലോമീറ്റർ ഓടി വണ്ടി മേലെ ഓടിയിട്ടുണ്ടാവും. 7000 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ചെയ്യും ഇതിൻ്റെ പുള്ളിങ്ങിനൊരു കുറവില്ല, നമുക്ക് മൈലേജിനും വലിയ കുറവില്ല, ഒരു വ്യത്യാസമില്ല, ഒന്നുമില്ല. അത് ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിനോട് പറഞ്ഞു വിട്ടത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇത് പൊതുവെ മലയാളിക്ക് ഭയങ്കര ആശങ്ക ചില കാര്യങ്ങളിലൊക്കെ. അത് ധാരണയ്ക്ക് പോകണം. ശരിക്കും വളരെ നല്ല രീതിയിലാണ് ശരിക്കും അതിൻ്റെ പെർഫോമൻസ്. ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഈ ബുള്ളറ്റ് ചെയിനേക്കാളും അത്രയും എൻജോയ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് നടക്കുന്നത്. പക്ഷെ മഴയായാലും എന്തെങ്കിലും യാതൊരു കുഴപ്പമില്ല. ശരിക്കും ഒരു നോയ്സ് ഇല്ല വണ്ടിക്ക്, ഒരു നോയ്സ് അതിനകത്ത് ചെയ്യേണ്ടിയില്ല. മെയിൻ എൻ്റെ ഏറ്റവും വലിയ എനിക്കൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളത്, എനിക്ക് ഏത് ഷൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഷൂമ ഒരു തരി പോലും ഓയിലടിക്കില്ല. മറ്റേ സ്റ്റാൻഡൊക്കെ തട്ടുമ്പോൾ ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡിൽ തട്ടുമ്പോൾ ഇവിടേക്ക് പോകും. അപ്പോൾ ഇതിലൊക്കെ ചെളിയുണ്ടാവും, കണ്ടില്ലേ, ഇതിലൊക്കെ അഴുക്കിരിക്കുന്നുണ്ടാവും. ആ ഓയിൽ മൊത്തം ഷൂമ അടിക്കും. നല്ല കോസ്റ്റ്ലി ഷൂസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓയിൽ അടിച്ചത് പിന്നെ കഴുകി ഉണ്ടാക്കൽ എൻ്റെ മെയിൻ പണിയായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. താങ്ക് യു സോ മച്ച് എം ടെക്നിക്സ്. ഇനി ഇത് മാറ്റുമ്പോൾ അതിന് വലിയ പൈസ ഒന്നും വരില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒന്നും പറയാനില്ല ശരിക്കും. ഞാൻ ശരിക്കും ഇപ്പോൾ ആദ്യത്തേക്കാളും എൻജോയ് ചെയ്യാണ് ബുള്ളറ്റിൽ എൻ്റെ ട്രാവലിംഗ്. താങ്ക് യു സോ മച്ച്.